അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ നടന്നിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ലൈവിൽ നമ്മൾ കണ്ടതാണ് ഷാനവാസുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, റിയാസുമായിട്ടുള്ള പ്രശ്നവും ഷാനവാസുമായിട്ടുള്ള പ്രശ്നവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ഏറ്റവും കൂടുതൽ ജോലി എടുത്തിട്ടുള്ളതും മാനസികമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരാളും ഷാനവാസാണ്. എന്നിട്ടും നല്ല രീതിയിൽ തൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്ന് ഫയർ ചെയ്ത് പിടിച്ചു നിന്നൊരു വ്യക്തിയാണ് ഷാനവാസ്. ഒറ്റയ്ക്ക് നിന്ന് പിടിതി എന്നാണെങ്കിൽ പറയാം. റിയാസിന്റെ വായടപ്പിച്ചാണ് റിയാസിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടത്. സത്യം പറഞ്ഞാൽ ഈ റിയാസിനെ എന്തിന് ഈ ബിഗ് ബോസിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നു എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അതെന്താണ് അവർ കൊണ്ടുവരുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വെറും വേസ്റ്റ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻസ് ആണ് ഈ റിയാസ് സലീം എന്ന് പറഞ്ഞ വ്യക്തി. തൻ്റെ ആശയം മറ്റുള്ളവർ കൂടെ അത് ഫോളോ ചെയ്യണം, അവർ പിൻപറ്റണം. അത് പിൻപറ്റാത്ത ആൾക്കാരെ, ആ ആശയം അംഗീകരിക്കാത്ത ആൾക്കാരെ എതിർത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് വൈരാഗ്യത്തോടെ കൂടി വെറും വിദ്വേഷം വെച്ച് മാത്രം അവരെ കാണുന്ന ഒരു വ്യക്തിയായിട്ടാണ് റിയാസിനെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പം ഓരോ ആൾക്കാരെയും വ്യക്തി സ്വാതന്ത്ര്യം വെച്ചിട്ട് അവർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, ഏത് കമ്മ്യൂണിറ്റിയിൽ അവർക്ക് കയറി ചെന്ന് ചേർന്ന് നടക്കാം, പക്ഷെ അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ അവരെ ആശയം മറ്റുള്ള ആൾക്കാരെയും കൂടെ അടിച്ചേൽപ്പിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഇവിടെ റിയാസിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യത്തോടെ നടക്കാം, ജീവിക്കാം, റിയാസിൻ്റെ ആശയങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാം. പക്ഷേ ആ ഒരു ആശയം മറ്റുള്ള പൊതു സമൂഹം കൂടെ ഫോളോ ചെയ്യണമെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇവിടെ റിയാസ് വന്നത് തന്നെ ഒരു ടാസ്കിൻ്റെ ബേസിലാണ് റിയാസ് വന്നിട്ടുള്ളത്. പക്ഷെ വന്നവൻ തൊട്ട് ഈ ഷാനവാസിനെ ട്രിഗർ ചെയ്ത്, ഷാനവാസിനെ പ്രൊവോക്ക് ചെയ്ത്, ഷാനവാസിൻ്റെ പുറവേ നടന്ന ഷാനവാസിനെ ഉപദ്രവിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഒരുപാട് പണി ഷാനവാസിന് കൊടുക്കുന്നുണ്ട്. ഇവിടെ നെവിനുമായിട്ടുള്ളൊരു പ്രശ്നം നമ്മൾ കണ്ടതാണ്. അത് ഷാനവാസിനുണ്ടായ ഒരു അനുഭവമാണ് ഷാനവാസ് അവിടെ പറഞ്ഞത്. അത് ഒന്നടങ്കം LGBTQ ഉൾപ്പെട്ട ആൾക്കാരെ അടിച്ചാക്ഷേപിച്ചല്ല ഷാനവാസ് പറഞ്ഞത്. നിവിൻ ഒരു വ്യക്തിയിലുണ്ടായ ഒരു അനുഭവമാണ് പറഞ്ഞത്. അപ്പം അതിനെതിരെ ചൊറിയാൻ വന്നൊരു വ്യക്തിയാണ് ഈ റിയാസ് സലീം. വന്നപ്പം തൊട്ട് നമ്മൾ കണ്ടതാണ് ഷാനവാസിന് പണി കൊടുക്കുന്നു, ഓവറായിട്ടുള്ള പണി കൊടുക്കുന്നു, ടെൻഷൻ കൊടുക്കുന്നു. സത്യം പറഞ്ഞാൽ ഷാനവാസ് ഒരു വയ്യാത്തൊരു വ്യക്തിയാണ്. പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പ് പുള്ളിക്ക് അറ്റാക്ക് വന്നിട്ടുണ്ട്. അപ്പം മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിട്ട് ഷാനവാസിന്റെ എനിക്ക് തോന്നുന്നു ഫിസിക്കൽ കണ്ടീഷനൊക്കെ വളരെ വീക്കായിട്ട് വളരെ വീക്കായിട്ടുണ്ട്. അപ്പം അത്രയും മെന്റലിയും ഫിസിക്കലിയും വീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ വീണ്ടും വീണ്ടും തളർത്താനാണ് ഈ റിയാസ് സലീം വന്നിട്ടുള്ളത്. ഇപ്പം നമുക്കറിയാം, ഇപ്പം അറ്റാക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഈ പറഞ്ഞിട്ടുള്ള BP ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരുപാട് പ്രഷർ, ഇതൊന്നും കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ നല്ല രീതിയിൽ നിന്ന് ഗെയിം കളിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ള ഒരു ഇതാണ് നമ്മളവിടെ ഫോളോ ചെയ്യേണ്ടത്. ഒരുപാട് ഇതുപോലുള്ള റിയാസിനെ പോലുള്ള ഈ എലിവാണങ്ങൾ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതുപോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ഇവിടെ ഷാനവാസിനുണ്ടായ ഒരു അനുഭവം അത് പറഞ്ഞു. അതിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പുള്ളി വെയിറ്റ് ചെയ്യുന്നു. അതിന് ഈ റിയാസിന് ഇത്ര ചൊറിയേണ്ട കാര്യം എന്താണ്? ഇപ്പം ഈ ഷാനവാസ് ഈ LGBTQ എന്നൊരു കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആൾക്കാരെയും പറ്റിയിട്ട് ഒന്നടങ്കം ആക്ഷേപിച്ചല്ലല്ലോ സംസാരിച്ചത്. ഒരു വ്യക്തിയിൽ നിന്നുണ്ടായ അനുഭവം ആണ് ഷാനവാസ് സംസാരിച്ചത്. എല്ലാ ആൾക്കാരും നല്ല ആൾക്കാരെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും നല്ലതായിട്ടുള്ള ആൾക്കാരുണ്ട്, മോശമായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഒരിക്കലും എല്ലാ ആൾക്കാരും നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് തെളിയിക്കേണ്ടത് ഇനി ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ബിഗ് ബോസ് ടീമും ലാലേട്ടനും കൂടെയൊക്കെയാണ് അത് തെളിയിക്കേണ്ടതും അതിനെ പറ്റിയിട്ട് സംസാരിക്കേണ്ടതും. പിന്നെ ലൈവിൽ നമ്മളും കണ്ടിട്ടുണ്ട്, പലതും നമ്മളും കണ്ടിട്ടുണ്ട്, ജനങ്ങളും കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പം ഇവിടെ ഈ ഷാനവാസ് എന്ന് പറഞ്ഞ വ്യക്തി വയ്യാത്ത വ്യക്തിയെ കൊണ്ട് അത്രയും പണിയെടുപ്പിച്ച് പട്ടിയെപ്പോലെ പണിയെടുപ്പിച്ചിട്ടും ആ മനുഷ്യൻ ആ കൊടുത്ത പണിയെല്ലാം ഞാൻ ചെയ്യത്തില്ല എന്ന് പറയാതെ ആ പണിയെല്ലാം ചെയ്തു, ഭംഗിയായിട്ട് ചെയ്തു. ഈ റിയാസ് അവിടെ കിടക്കുന്ന എച്ചിലും വേസ്റ്റും കച്ചടയും കിച്ചടയും ചപ്പും ചവറും എല്ലാം കൊണ്ടിട്ട് വീണ്ടും വീണ്ടും ഇട്ട് കൊടുത്തിട്ട് പോലും ആ പാവം മനുഷ്യൻ ചെയ്തു. ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കും, ഇനി ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് കൊണ്ടിട്ട് ഈ ഷാനവാസിന്റെ ഗ്രാഫ് അങ്ങോട്ട് മാറാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ഷാനവാസ് സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻസ് തന്നെയാണ്, പവർഫുൾ ആയിട്ടൊരു കണ്ടസ്റ്റൻസ് തന്നെയാണ്, അതിൽ ഒരു സംശയമില്ല. അവിടെ നിൽക്കുന്നത് എല്ലാവരെക്കാളും നല്ല കേപ്പബിലിറ്റി ഉള്ളൊരു മനുഷ്യനാണ് ഈ ഷാനവാസ്. പക്വതയുണ്ട്, ക്വാളിറ്റിയുണ്ട്, പുള്ളി കള്ളം പറയുന്നില്ല. ഞാൻ നോക്കിയിട്ട് പുള്ളി പറയുന്ന കാര്യത്തിൽ സത്യമുണ്ട്. പുള്ളി അതിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു സത്യം ഇല്ലാതെ പുള്ളി അതിൽ ഉറച്ചു നിൽക്കത്തില്ല. പുള്ളി പറയുന്നുണ്ട്, എനിക്ക് ഇനി ഇവിടുന്ന് എന്ത് സംഭവിച്ചാലും, തല പോയാലും, ലാലേട്ടൻ്റെ മുമ്പിൽ പോലും
ഞാൻ ഈ ഒരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയും. ഇതിൻ്റെ പേരിൽ ഇനി എന്ത് ആക്ഷൻ എടുക്കേണ്ട വന്നാൽ പോലും എന്ന് അതിന് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഇറങ്ങി വരേണ്ട വന്നാൽ പോലും ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും എന്നാണ് ഷാനവാസ് പറഞ്ഞിട്ടുള്ളത്. ഈ ഷാനവാസ് എന്ന് പറഞ്ഞാൽ ഷാനവാസിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു 4 കൊല്ലം മുമ്പ് ജനുവരി 2021 പുള്ളിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ബൈക്ക് ആക്സിഡൻറ്റിൽ ഓട്ടോ വന്ന് ഇടിക്കുന്ന സമയത്ത് കാലിനകത്ത് ഉപ്പൂറ്റി കീറിയിട്ട് ഒരു 9-10 സ്റ്റിച്ചൊക്കെ പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ട്. ഉമ്മാക്ക് മരുന്ന് മേടിക്കാൻ പോയ സമയത്താണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആ സമയത്ത് പുള്ളിക്കൊരു സീരിയലിലെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്ന സമയമായിരുന്നു, മഴവിൽ മനോരമയ്ക്കകത്ത്. അപ്പോൾ ഇത്രയും ത്യാഗങ്ങളും ഇതുപോലെ ഉമ്മയുടെ പണയം വെച്ചിട്ടാണ് പുള്ളി ചെന്നൈയിലേക്ക് സിനിമാ മോഹവുമായിട്ടൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടിയെന്നും ബുദ്ധിമുട്ടിയെന്നും കയറി വന്നൊരു മനുഷ്യനാണ്. അതാണ് ഇന്നലത്തെ ലൈവ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. റിയാസ് ഇതൊക്കെ തട്ടിയിട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ ചെയ്തോളാം, എനിക്കറിയാം ചെയ്യാൻ, നിങ്ങളിനി എന്ത് പണി തന്നാലും അത് A to Z ചെയ്തിട്ടേ ഞാൻ ഇവിടുന്ന് ഈ യൂണിഫോം, നിങ്ങൾ തന്ന യൂണിഫോം ഞാൻ അഴിച്ചു വെക്കുമെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അപ്പം ഒരുപാട് കഷ്ടപ്പെട്ട് വന്നൊരു വ്യക്തിയാണ് ഈ ഷാനവാസ്. ഇപ്പോൾ പുള്ളി സത്യം പറയാൻ പുള്ളി കള്ളം പറയത്തില്ല കേട്ടോ. ഈ പുള്ളിയുടെ ഇതുവരെയുള്ളൊരു ഇത് വെച്ച് നോക്കിയിട്ട് കള്ളം പറയത്തേ ഇല്ല, അതിൽ നമുക്ക് ഉറപ്പിക്കാം. അപ്പം ഇത്രയും ഫിസിക്കലി ഇത്രയും ഒരുപാട് ബുദ്ധിമുട്ടി വന്നിട്ടുള്ള ഒരു മനുഷ്യനെ കൊണ്ട് ഇന്നലെ പണിയെടുപ്പിച്ചത് ഒട്ടും ശരിയായിട്ടില്ല. ഈ ലൈവ് കാണുന്നതാണ് റിയാസ്, എപ്പിസോഡ് കാണുന്ന വ്യക്തിയാണ് റിയാസ്, ബിഗ് ബോസ് കാണുന്ന വ്യക്തിയാണ് റിയാസ് അല്ലേ? ഈ നിവിൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വന്ന ഈ റിയാസ് ഒരു വട്ടം അറ്റാക്ക് വന്നൊരു മനുഷ്യനെ കൊണ്ട് ഇത്രയും ജോലി എടുപ്പിക്കാവോ? അത് ശരിയാണോ? ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇനി റിയാസിനെ പോലെയുള്ള ആളെ ഈ ബിഗ് ബോസിൽ ചലഞ്ചറായിട്ടും ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരേ ചെയ്യരുത്. ആൾക്കാരെ വെറുതെ പ്രൊവോക്ക് ചെയ്ത് സത്യം പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് മനോഹരമായിട്ട് സുന്ദരമായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ടാസ്ക്, നല്ല അടിപൊളിയായിട്ടൊരു കളിക്കാൻ പറ്റുന്ന ടാസ്ക്കാണ് ഈ റിയാസിനെ കൊണ്ടുവന്നിട്ട് നശിപ്പിച്ചത് അല്ലേ? ഈ റിയാസ് അലീം കഴിഞ്ഞ വട്ടം വന്ന സമയത്ത് എന്താണ്, റോബിൻ്റെ കൂടെ വന്നിട്ട് റോബിൻ കഴിക്കാനിരിക്കുന്ന ഫുഡിനകത്ത് മണ്ണ് വരെ വാരിയിട്ടിട്ടുണ്ട് ഈ റിയാസ് അലീം. റിയാസിൻ്റെ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് പ്രൊവോക്ക് ചെയ്ത് വെറുപ്പിക്കുക. അതാണ് ഈ റിയാസിൻ്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയാസ് വലിയ സംഭവമാണെന്നാണ് റിയാസിൻ്റെ വിചാരം. നമുക്ക് റിയാസിൻ്റെ സീസണിൽ വോട്ടിങ്ങിൻ്റെ ഇതെടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും കുറവ് വോട്ടിംഗ് ഉള്ളൊരു വ്യക്തിയായിരുന്നു റിയാസ്. റോബിൻ കാരണം അവിടെ ഒരാഴ്ച കൂടുതൽ നിന്നിട്ടുള്ള വ്യക്തി, റോബിൻ കാരണമാണ് ഈ റിയാസ് അവിടെ നിന്നിട്ടുള്ളതും അതുപോലെ റോബിൻ കാരണമാണ് ഈ റിയാസിനെ അറിയപ്പെട്ടു തുടങ്ങിയതും. റോബിൻ്റെ പിറകെ നടന്നിങ്ങനെ പ്രൊവോക്ക് ചെയ്ത് വെറുപ്പിച്ച് നമ്മൾ ലാസ്റ്റ് കണ്ടയാണല്ലോ. റോബിൻ അടിച്ച് തള്ളി മാന്തി എന്ന് പറഞ്ഞിട്ട് റോബിനെ പുറത്താക്കുന്നു, ചോറിനകത്ത് മണ്ണ് വാരിയിടുന്നു. ഒട്ടും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത, ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ റിയാസ്. അപ്പം എന്തായാലും ഷാനവാസിനോട് ചെയ്തത് ഒട്ടും ശരിയായിട്ടില്ല. പിന്നെ ഈ ഷാനവാസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്ത വരുന്നത് ഉള്ളതാണോ കള്ളമാണോന്ന് അറിയത്തില്ല. ഷാനവാസിന് ഈ ടാസ്കിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടയാണോ, എല്ലാവരും കിടന്നിട്ട് ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നു. ഈ റിയാസ് വന്നിടം തൊട്ട് ഈ ആദിലേക്ക് സ്റ്റാൻഡ് മാറ്റി കളിക്കുന്നു, റിയാസിൻ്റെ കൂടെ നിന്നിട്ട് ഷാനവാസിനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഷാനവാസിൻ്റെ ഒരു നെഞ്ചുവേദന വന്നെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഉള്ളയാണോന്ന് അറിയത്തില്ല. ഇതുപോലെയൊക്കെ പല ചാനലിനകത്തും പലരും കമൻ്റ് ഇടുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ളതാണെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ പ്രൊമോയ്ക്കകത്ത് അത് ഉൾപ്പെടുത്താൻ ചാൻസ് ഉണ്ട്, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ഓൾറെഡി ഒരു അറ്റാക്ക് വന്ന മനുഷ്യനാണ്. അപ്പം ചെറുതായിട്ട് നെഞ്ചുവേദന വന്നിട്ട് അപ്പം ബിഗ് ബോസ് ഹൗസിലെ ഡോക്ടർ നോക്കിയിട്ട് പിന്നെ വെളിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, വേദനിച്ചിട്ട് കൂടുതലായതുകൊണ്ട് വെളിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പിന്നെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് വീണ്ടും കയറി എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെന്നായിട്ട് എനിക്കറിയത്തില്ല. അങ്ങനെ സത്യമായിട്ട് എന്തെങ്കിലും ഉണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. കാരണം നല്ലൊരു മത്സരാർത്ഥിയാണ്. നിങ്ങൾ നോക്കിക്കോ, ഈ ഒരു വിഷയം കാരണം ഈ ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് തൊട്ട് ഷാനവാസിൻ്റെ ഗ്രാഫ് മാറാൻ പോവാണ്. ഇപ്പം നിലവിലിപ്പം നമ്മൾ മിക്കുള്ള ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാ ചാനലിനകത്തും വോട്ടിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒന്നാമത് നിൽക്കുന്ന അനുമോളാണ്, രണ്ടാമത് നിൽക്കുന്ന അനീഷായിരുന്നു. ആദ്യം ഷാനവാസ് ആയിരുന്നു, പിന്നെ അനീഷായി, മൂന്നാമത് നിൽക്കുന്ന ഷാനവാസാണ്. ഇനി ഷാനവാസിൻ്റെ ഗ്രാഫ് കയറാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടോ? അപ്പം എന്തായാലും ഈ ഒരു വാർത്ത സത്യമാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കേട്ടതാണ്, പലരും പറയുന്നതാണ്. ഉള്ളതാണോ കള്ളമാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇനി അങ്ങനെ ഒരു പ്രൊമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് പ്രൊമോ വരും. അപ്പം നമുക്കത് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ രാവിലെ തൊട്ട് ഈ ആദില വെറുപ്പിച്ചുകൊണ്ടേ നടക്കുവാണ് ബിഗ് ബോസ് വീട്ടിനകത്ത്. വെറുപ്പിച്ച് ഈ റിയാസ് അലിയും വന്നിട്ട് ആദിലയുടെ തലയ്ക്ക് എന്തൊക്കെയോ മോട്ടിവേഷനും എന്തൊക്കെയോ ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ട് അവിടെ അത് തൊട്ടിട്ട് റിയാസ് അലിയും വന്നിടം തൊട്ട് ഈ ആദില അവിടെ വെറുപ്പീര് തുടങ്ങി. ഇതുപോലൊരു വെറുപ്പീരിൻ്റെ ഒരു ആള്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം വിചാരിച്ചത് ബിന്നി ആയിരിക്കും അവിടുത്തെ ഏറ്റവും വലിയ വിഷമെന്ന്. അവിടുത്തെ ഏറ്റവും വലിയ വിഷം ഈ ആദിലയാണ്. അതുപോലെ ഇന്നലെ രാത്രി അനുമോൾ ഈ ആദില അടുത്തൊരു കാര്യം ചോദിക്കുന്നുണ്ട്. നീ എന്തിനാണ് ഞാൻ നിന്റെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ ഇവിടെ മറ്റു പല ആൾക്കാരുടെ അടുത്തും കൂടിയിരുന്ന് ഒരു മീറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നീ അവിടെ എടുത്തിട്ട് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ആദില അനുവിനോടുത്ത് പറയുന്നുണ്ട്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പറയും, നീ നിന്റെ പണി പോയി നോക്കാൻ പറയുന്നുണ്ട്. അന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം വിഷമാണ് ഈ ആദിലയെ നമുക്ക് മനസ്സിലാക്കാം. ആദിലയുടെ കറക്റ്റ് ഫേസ് റിവീൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആദില അനുവിനെ തകർക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഓൾറെഡി ഈ ആദിലയ്ക്കൊക്കെ അറിയാം, ഈ വൈൽഡ് കാർഡ് വന്നത് പിന്നെ ഒരുമാതിരി കാര്യങ്ങളൊക്കെ അറിയാം. പുറത്ത് ആർക്കാണ് സപ്പോർട്ട് കൂടുതൽ, ആരെയാണ് അവിടെ ഒതുക്കേണ്ടതെന്നൊക്കെ നല്ലപോലെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ആദില കളിക്കുന്നത്. പക്ഷേ ചീപ്പ് കളിയാണ്. സ്റ്റാൻഡേർഡ് ആയിട്ട് ഗെയിം കളിക്കുന്നെങ്കിൽ നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നിന്ന് ഗെയിം കളിക്കാൻ കുഴപ്പമില്ല. പക്ഷേ ഈ ഒരാളെടുത്ത് നിന്ന് പറയുന്ന കാര്യങ്ങൾ അവിടെ ചെന്നിരുന്ന് പറഞ്ഞും അല്ലെങ്കിൽ സ്റ്റാൻഡ് മാറ്റി പറഞ്ഞും ഡബിൾ സ്റ്റാൻഡ് വെച്ച് കളിച്ചും ആ ഒരു ചീപ്പ് ഗെയിം ഉണ്ടല്ലോ, അത് വെറും വെറുപ്പീരാണ്. ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ അനുമോളെ ഫയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. തലേന്ന് വരെ അനുമോളെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്ന ആദില നിന്ന നിപ്പിലാണ് സ്റ്റാൻഡ് മാറ്റിയത് അല്ലേ. അപ്പോൾ എന്തായാലും അടുത്ത കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, പിന്നെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം